പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ജൂൺ മാസം 9-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? നമുക്ക് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാലോ? ആ കരങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? ആ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനോട് നന്ദി പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഹല്ലേലൂയ ഈ പകൽക്കാലം എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിൻ്റെ കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ കർത്താവിൻ്റെ സ്തോത്രം പറയാം. ആമേൻ. കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ നിലനിൽക്കുന്നത്. കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇന്ന് ജീവനോടിരിക്കുന്നത്. ആമേൻ. ആ വൻ കൃപയെ ഓർക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. നമ്മൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ സ്തോത്രം പറയണം. കാരണം ഉയർത്തി ഒന്നുകൂടെ പറയാം, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. ആ സങ്കീർത്തനം 7:10 പറഞ്ഞു, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, കർത്താവ് ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു. 17-ാമത്തെ വാക്യം, ഞാൻ യഹോവയായ കർത്താവിൻ്റെ നീതിക്ക് തക്കോണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങണം കേട്ടോ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അങ്ങയിലേക്ക് നോക്കി ആരും ലജിച്ചു പോയിട്ടില്ലെന്ന് തിരുവെഴുത്താണല്ലോ കർത്താവ്. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കർത്താവെ, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഉപജീവന മാർഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ദൈവിക സമൃദ്ധി അനുഭവിക്കുന്നവരായി തീരട്ടെ. ക്ഷാമത്തിലും ക്ഷേമത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫേവർ ഇവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവെ അങ്ങ് വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, രോഗികളായിട്ട് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. ബ്ലഡ് ഷുഗർ ലെവൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. കണ്ണിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണ് ഡ്രൈ ആയി പോകുന്നത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിനകത്തുണ്ടായിരിക്കുന്ന ഇൻഫെക്ഷനുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഈ പ്രഭാതം ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ആരോഗ്യത്തിൽ ജീവിപ്പാൻ കർത്താവ് എല്ലാവർക്കും കൂടെ കൃപ കൊടുക്കണം. ആ ടയർഡ്നെസ്, ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണങ്ങൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി ദൈവിക ആരോഗ്യത്തിൽ ജീവിപ്പാൻ കർത്താവെ അങ്ങയുടെ വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് ഇടവരുത്തുന്ന കൃപകൾക്ക് സ്തോത്രം. ആമേൻ. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. അവർ മുഖാന്തരം ലോകവ്യാപകമായി ഒരു റിവൈവലിന് കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. യൗവനക്കാരെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അമ്മയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് കർത്താവ് അനുവദിച്ചാൽ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മൺഡേ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം, അതിൽ പങ്കെടുക്കണം. ആരും തന്നെ മിസ് ചെയ്യല്ല കേട്ടോ. ദൈവം അതിലൂടെ നിങ്ങളോട് നിശ്ചയമായിട്ട് ഇടപെടും. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അതിൽ പങ്കെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉള്ള മീറ്റിംഗായി മാറട്ടെ. ആത്മപകർച്ച നടക്കുന്ന മീറ്റിംഗായി തീരട്ടെ. ദൈവിക അത്ഭുതങ്ങൾ നടക്കുന്ന മീറ്റിംഗായി തീരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ സമയം വേർതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും അനുഗ്രഹത്തെ കൊണ്ടുവരും.
അത് നിങ്ങളുടെ മനസ്സിന് സമാധാനം തരും, ശരീരത്തിന് സൗഖ്യം തരും, ആത്മാവിന് രക്ഷ തരും. എല്ലാ നിലയിലും നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ മുഖാന്തരമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സുവാർത്ത എന്നടിച്ചാൽ മതി. സുവാർത്ത എന്ന് യൂട്യൂബിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ സുവാർത്ത ചർച്ച് എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ലൈവ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യമാണ് കർത്താവ് നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നത്. സഭാപ്രസംഗി 11:4. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. സ്തോത്രം. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കത്തില്ല, മേഘങ്ങളെ നോക്കുന്നവൻ ആമേൻ കൊയ്യുകയുമില്ല. നമുക്കിത് ഈ വാക്യം എന്തിനെക്കുറിച്ച് ഓർപ്പിക്കും? ഈ ഒരു പരിധി വരെ മടിച്ച് പല റീസണുകൾ പറഞ്ഞു നിൽക്കുന്ന പലരും ഉണ്ട്. ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഇന്ന ബുദ്ധിമുട്ട്, ഇന്ന കാര്യം എന്ന് പറഞ്ഞു നിൽക്കുന്ന പല കേസുകളും നമ്മൾ കാണാറുണ്ട്, പല വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ളവരോടുള്ള ഒരു ചെറിയ ശാസനയാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും ഒരു പെർഫെക്റ്റ് ഒരു സാഹചര്യം ഉണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പം പറയുക, ഈ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, വെളിയിൽ സിംഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മടിയൻ കട്ടിലെ തന്നെ കിടക്കുമെന്ന് പറയുക. അല്ലെങ്കിൽ ഭയങ്കര ചൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം തണുപ്പ് മാറിയിട്ടിറങ്ങാം, ചൂട് മാറിയിട്ടിറങ്ങാം എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് ആമേൻ ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം നോക്കി നിൽക്കുന്ന ആൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരിക്കലും നമുക്ക് പെർഫെക്റ്റായ കണ്ടീഷനുകളെ ആമേൻ നമുക്ക് ലഭിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾ പറയുക, ഈ ദൈവവചനം അനുസരിക്കാൻ പറയുന്നത് അതിന് സമയമായിട്ടില്ല, അല്ലെങ്കിൽ സ്ഥാനപ്പെടുന്ന കാര്യം പറയും അതിന് സമയമായിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന കാര്യം, ചെറിയ ജോലി കിട്ടി, അല്ല അതിന് നല്ല ജോലി കിട്ടും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുക. ആ ജോലിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറയുന്ന കാര്യം പറയുമ്പോൾ അതിന് എക്സ്ക്യൂസുകൾ പറഞ്ഞു നിൽക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അത് മുഖാന്തരം നല്ല ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് മിസ്സായി പോവുക. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, കാലങ്ങളെയും സമയങ്ങളെയും നോക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവം തരുന്ന നിയോഗത്തിൽ ചുവടുകൾ എടുത്തു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായി മുന്നേറുവാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവന് എപ്പോഴും അവസരങ്ങളാണ്. ദൈവ പൈതലിന് എപ്പോഴും അവസരങ്ങളുണ്ട്. കാരണം ദൈവം കാലങ്ങളെ മാറ്റാൻ, സീസണുകളെ മാറ്റാൻ, ക്ലൈമറ്റുകളെ മാറ്റാൻ, അതാത് സ്ഥലങ്ങളിലുള്ള അപ്പോഴത്തെ സാഹചര്യങ്ങളെയൊക്കെ മാറ്റാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇസഹാക്കിനെ നോക്കിക്കേ, ആ കാലഘട്ടത്തിൽ ആരും വിതയ്ക്കുന്നില്ല, എല്ലാവരും ക്ഷാമമാണ്, മഴയില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ദൈവം നിയോഗം കൊടുക്കുമ്പോൾ ഇസഹാക്ക് എന്ത് ചെയ്യാൻ തയ്യാറായി? ഇസഹാക്ക് പറഞ്ഞില്ല 2 മഴ പെയ്തതിന് ശേഷം വിതയ്ക്കാമെന്ന് പറഞ്ഞില്ല. ഇസഹാക്ക് അല്ലെങ്കിൽ അതിനുള്ള ആ കൃഷിക്കുള്ള സാഹചര്യം ഒത്തുവരട്ടെ എന്ന് പറഞ്ഞില്ല. ഇസഹാക്ക് എന്ത് ചെയ്തു? ഇസഹാക്ക് വിതയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ആമേൻ 100 മേനി ഫലം കായ്ച്ചതായിട്ട് ആമേൻ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലാണ് ദൈവമക്കളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒരിക്കൽ ഒരു ബിസിനസ്സുകാരൻ ഒരാൾക്കൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കാറ്ററിംഗ് കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കാറ്ററിംഗ് കമ്പനി തുടങ്ങാനായിട്ട് ആഗ്രഹിച്ച് ഇരിക്കുക. പക്ഷേ സാഹചര്യങ്ങൾ അവർക്ക് ചുറ്റുപാടിൽ അനുകൂലമല്ല. അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഒരു സഭായോഗത്തിൽ പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പറയുന്നു, വിശ്വാസത്തോടെ നീ ചൂടെടുത്ത് വെച്ചാൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അന്ന് പോയി 3 പേർക്ക് ആഹാരം വെച്ച് കൊടുത്തു. 3 ആഴ്ച കൊണ്ട് 300 പേർക്ക് വരെ ആഹാരം വെച്ച് കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായി എന്നാണ് ആ ചരിത്രം പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അപ്പം നമ്മൾ കാലഘട്ടങ്ങളെയും സാഹചര്യങ്ങളെയും ക്ലൈമറ്റും ഒക്കെ നോക്കി നിന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവവേദന എപ്പോഴും പ്രാർത്ഥിക്കുക, നിയോഗം പ്രാപിക്കുക, ആ നിയോഗത്തിൽ കാര്യങ്ങളെ ചെയ്യുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ താല്പര്യപ്പെടുന്നു അതിനെ പിടിച്ച് പുറകോട്ട് കൊണ്ടുവന്ന് എന്താണെന്ന് നോക്കുക. അത് ഭയമാണോ, ഇല്ലായ്മകളാണോ, അതോ കുറച്ചുകൂടെ നല്ല സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ വിഷയത്തെ ജയിക്കുക. പിന്നെ ഹല്ലേലൂയ, കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് ഏത് സാഹചര്യത്തെയും നമുക്ക് അനുകൂലമാക്കി തരാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിലേ ആയി ഹോൾഡ് ചെയ്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെടണം എന്ന ആഗ്രഹമുണ്ട്, സ്നാനം ശരിയാണെന്ന് മനസ്സിലായി, എന്നാൽ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് കർത്താവ് പറയുന്നു, ഇനി നിങ്ങൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, ടേക്ക് എ സ്റ്റെപ്പ്.
ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടിറങ്ങുക. ഇതുപോലെ തന്നെ ഏത് കാര്യം, ബിസിനസ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന കാര്യമായാലും ഏത് കാര്യമാണെങ്കിലും ഇന്ന് കർത്താവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുന്ന എന്തിനാ? പ്രാർത്ഥിക്കുക, ചുവടെടുത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്കൊരു ഹാർവെസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ ഡിലേ ചെയ്യുന്തോറും നമ്മുടെ കാര്യങ്ങൾ മുടങ്ങി പോകും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.